എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീമൻ നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഈ കഥ ഭാഗവതം അഷ്ടമസ്കന്ധം 2 മുതൽ 3 അധ്യായങ്ങളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഭഗവത് സ്മരണ ഒന്നു മാത്രമാണ് ആപത്ത് നീങ്ങുന്നതിനുള്ള ഉപായമെന്ന് തെളിയിക്കുന്നതാണ് ഗജേന്ദ്രമോക്ഷം കഥ. ഗജേന്ദ്രനായ ഇന്ദ്രദ്യുമ്ന രാജാവിൻ്റെ പൂർവകഥ ആദ്യത്തെ 2 ശ്ലോകങ്ങളിൽ അതാണ് വിവരിക്കുന്നത്. ശ്ലോകം 1. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കഥാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. ഇന്ദ്രദ്യുമ്നഃ പാണ്ഡ്യഖണ്ഡാധിരാജഃ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കഥാചിത് ത്വത്സേവായാം മഗ്നധീഃ ആലുലോകേ ന ഏവ അഗസ്ത്യം പ്രാപ്തം ആദിത്യകാമം. ത്വദ്ഭക്താത്മാ ഭഗവാനെ അവിടുത്തെ ഭക്തനായ ഇന്ദ്രദ്യുമ്നഃ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യഖണ്ഡാധിരാജ പാണ്ഡ്യരാജ്യത്തിൻ്റെ രാജാവ് ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തനായ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യദേശത്തെ രാജാവ് കഥാചിത് ഒരിക്കൽ ചന്ദനാദ്രൗ മലയപർവ്വതത്തിൽ ത്വത്സേവായാം ഭഗവാനെ അവിടുത്തെ പൂജയിൽ മഗ്നതി മുഴുകിയിരിക്കെ ആദിത്യകാമം അതിഥി സൽക്കാരം ആഗ്രഹിച്ചുകൊണ്ട് പ്രാപ്തം അവിടെ എത്തിച്ചേർന്ന അഗസ്ത്യ മഹർഷിയെ ന ആയുലോകേ ഏവ അങ്ങ് കണ്ടില്ല എന്ന്. അഗസ്ത്യ മഹർഷി അവിടെ എത്തിച്ചേർന്നത് അങ്ങ് തീരെ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ നിഷ്കളങ്ക ഭക്തനായ ഇന്ദ്രദ്യുമ്നൻ എന്ന പാണ്ഡ്യരാജാവ് അദ്ദേഹം ഒരിക്കൽ മലയപർവ്വതത്തിൻ്റെ മുകളിൽ ഭഗവാനെ പൂജിച്ചുകൊണ്ട് കഴിയെ ആ പൂജയിൽ അങ്ങനെ മുഴുകി സ്വയം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് അങ്ങനെ മുഴുകിയിരിക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് തന്നെ സ്വീകരിക്കും, വളരെ സൽക്കാരത്തോടു കൂടി സ്വീകരിക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേർന്ന അഗസ്ത്യ മഹർഷി, പക്ഷെ അദ്ദേഹം രാജാവ് മഹർഷിയെ കണ്ടില്ല. മഹർഷി വന്നത് രാജാവ് അറിഞ്ഞില്ല. കാരണം ആ ഭക്തിയിലും പൂജയിലും പൂർണ്ണമായി മനസ്സും ബുദ്ധിയും അർപ്പിച്ചിരിക്കുമ്പോൾ മുന്നിൽ വന്ന് നിന്ന മഹർഷിയെ രാജാവ് കണ്ടില്ല. പക്ഷെ അഗസ്ത്യ മഹർഷിക്ക് അതിൽ കോപം വരികയാണ് ചെയ്തത്. കാരണം മഹർഷി തെറ്റിദ്ധരിച്ചു, രാജാവ് അറിഞ്ഞുകൊണ്ട് തന്നെ അവഗണിച്ചതായിട്ട് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. ശ്ലോകം 2. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജേതി ശബ്ദ്വാധൈനം പ്രത്യഗാത് സോബിലേഭേ ഹസ്തേന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാരഃ സ്തബ്ധാത്മാ ത്വം ഹസ്തി ഭൂയം ഭജ ഇതി ശബ്ദ്വാ അധ ഏനം പ്രത്യഗാത് സഹ അഭിലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. കുംഭോദ്ഭൂതി കുംഭോദ്ഭവനായ ആ അഗസ്ത്യ മഹർഷി സംഭൃത ക്രോധഭാര അതായത് തന്നോട് അനാദരവ് കാണിച്ചത് കണ്ട് കലശലായി കോപിച്ച് സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജ ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന നീ, സ്തബ്ധാത്മാ എന്ന് വെച്ചാൽ ഒരു കൂസലുമില്ലാതെ ഇരിക്കുന്ന ത്വം നീ, ഹസ്തിഭൂയം ഒരാനയായി പോകട്ടെ എന്ന്, ഭജ എന്ന് വെച്ചാൽ അങ്ങനെ പോകട്ടെ എന്ന്, ഇപ്രകാരം ഏനം ശബ്ദ്വ ആ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ ശപിച്ച ശേഷം അത പ്രത്യഗാത് അവിടെ നിന്ന് തിരികെ പോയി എന്ന്. സഹ അഭി ആ രാജാവ് ത്വത്സ്മൃതി ഭഗവത് സ്മരണ തെളിഞ്ഞു പ്രകാശിക്കുന്നതു മൂലം
ത്വത്സ്മൃതി വ്യക്തി ധന്യം, അതായത് ആ ഭഗവത് സ്മരണ ഉള്ളിൽ പ്രകാശിക്കുന്നത് മൂലം ഹസ്തീന്ദ്രത്വം, ഗജരൂപം കിട്ടിയിട്ടും ആ ലേബെ ധന്യനായി കഴിഞ്ഞുകൂടി എന്നാണ് പറയുന്നത്. അതായത് രാജാവിന്റെ മുന്നിൽ വന്ന് നിന്നിട്ടും അഗസ്ത്യ മഹർഷിയെ ആദരിക്കാതെ കാണാതെ പോയപ്പോൾ തന്നോട് അനാദരവ് കാണിച്ചു എന്ന് തോന്നിയ അഗസ്ത്യ മഹർഷി ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിനെ ശപിക്കുകയാണ്. എന്നെ കണ്ടിട്ട് ഒരു കൂസലില്ലാതെ ഇരിക്കുന്ന നീ ഒരു ആനയായി പോകട്ടെ എന്നായിരുന്നു ആ ശാപം. അങ്ങനെയാണ് അദ്ദേഹം ഗജേന്ദ്രനായിട്ട് ജനിച്ചത്. അങ്ങനെ ശപിച്ചതിന് ശേഷം അഗസ്ത്യ മഹർഷി അവിടെ നിന്ന് പോയി. പക്ഷെ രാജാവ് അങ്ങനെ ഗജേന്ദ്രനായി ജനിച്ചിട്ടും ഗജരൂപം കിട്ടിയിട്ടും ആ ഭഗവാനിലുള്ള സ്മരണ, സദാ ഉള്ള ഭഗവത് സ്മരണ തെളിഞ്ഞ് പ്രകാശിക്കുന്നത് മൂലം ഒരു ഗജരൂപം, ആനയുടെ രൂപം കിട്ടിയിട്ട് പോലും വളരെ ധന്യനായാണ് കഴിഞ്ഞത് എന്ന് പറയുന്നു. അതായത് ഒരു യഥാർത്ഥ ഭഗവത് ഭക്തൻ എന്ന് പറഞ്ഞാൽ സുഖത്തിലും ആപത്തിലും ഒരു കൂസലും ഇല്ലാതെ കഴിയുന്നവനാണ്. സുഖത്തിലും, ജീവിതം എന്ന് പറയുമ്പോൾ സുഖവും ദുഃഖവും മാറി മറിഞ്ഞു വരുന്നതാണ്. ഈ സുഖത്തിലും ദുഃഖത്തിലും ഒരേപോലെ മനസ്സ് ബാലൻസ്ഡ് ആയിട്ട്, അതായത് രണ്ടിനെയും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്ന മനസ്സ്, അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ഭക്തൻ എന്നിവിടെ പറയുന്നു. സുഖം നമ്മളെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിക്കുന്നുണ്ട്. ദുഃഖം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായി നടക്കുന്ന സംഭവമാണ് നമ്മൾ ദുഃഖമായിട്ട് പറയുന്നത്. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ദുഃഖമുണ്ടാവുന്നത്. അത് നമ്മുടെ ആഗ്രഹമാണ്. എന്നാൽ അതിനപ്പുറം ഈശ്വരന്, ഈ പ്രകൃതിക്ക് ഒരു ഇച്ഛയുണ്ട്, ഒരു നിശ്ചയമുണ്ട്. യഥാർത്ഥത്തിൽ അതാണ് നമ്മുടെ ശ്രേഷ്ഠതയ്ക്കുള്ള വഴി. പ്രകൃതിയുടെ ഇച്ഛയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രേഷ്ഠമായ, നമുക്ക് ശ്രേഷ്ഠമായത് എന്തോ അത് ആ പ്രകൃതിയാണ് നമുക്ക് നൽകുന്നത്. പക്ഷെ നമ്മൾ ഇതൊന്നും അറിയാതെ നമ്മൾ സ്വയം ആലോചിച്ച് ഓരോരോ ആഗ്രഹങ്ങൾ മനസ്സിലും മെനയുന്നു. അത് നടക്കാതെ വരുമ്പോൾ ദുഃഖിക്കുന്നു. പക്ഷെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാലുണ്ടല്ലോ, അതായത് എന്താണോ ഈശ്വര നിശ്ചയം, ഈശ്വരൻ നമ്മളെ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കുകയോ നമ്മളെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്നതിനല്ല. ഈശ്വരൻ യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രേഷ്ഠതയ്ക്കുള്ള വഴിയാണ് നമുക്ക് നൽകുന്നത്. എന്താണോ നമുക്ക് ശ്രേഷ്ഠമായിട്ട് ഉള്ളത് അതിലേക്കാണ്, ആ അനുഭവങ്ങളാണ് ദൈവം നമുക്ക് നൽകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖത്തെയും ദുഃഖത്തെയും ഈ ഒരു കാഴ്ചപ്പാടിലൂടെ അല്ലെങ്കിൽ ഈ ഒരു മനസ്സോടെ കാണാൻ സാധിച്ചാൽ സുഖത്തിൽ ഒരുപാട് സന്തോഷിച്ച് അഹങ്കരിക്കുകയോ ദുഃഖത്തിൽ ഒരുപാട് വേദനിച്ച് മനസ്സ് നശിച്ചു പോവുകയോ ചെയ്യാതെ രണ്ടിനെയും ബാലൻസ്ഡ് ആയിട്ട് പോവാൻ സാധിക്കും. കാരണം എന്നേക്കാൾ ഉപരി എനിക്ക് ഏതാണ് നല്ലതെന്ന് ഭഗവാൻ അറിയാം എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയുള്ളവനാണ് യഥാർത്ഥ ഭക്തൻ. അപ്പൊ ഭഗവാൻ തരുന്നത് എന്തും ഒരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ, സമചിത്തതയോടെ സ്വീകരിക്കാൻ നമുക്ക് അപ്പോഴാണ് കഴിയുന്നത്. ഇവിടെ രാജാവ് ഇന്ദ്രദ്യുമ്നൻ എന്ന ഒരു രാജാവ് ഭക്തനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന് പരിപാകത, ആ ഒരു പാകത ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ ആനയായി പോകട്ടെ എന്ന ശാപം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പാകത വരാനുള്ള ഒരു പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കാരണം മനസ്സ് ബാലൻസ്ഡ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മോക്ഷമാർഗം. മനസ്സ് ബാലൻസ്ഡ് ആവണമെങ്കിൽ ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളെക്കാൾ ഉപരി നമ്മൾക്ക് നല്ലത് എന്താണെന്ന് ഭഗവാൻ അറിയാം. അത് നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമാകുമ്പോഴാണ് നമ്മൾ ദുഃഖിക്കുന്നത്. പക്ഷേ ഏതൊരു കുഞ്ഞു മക്കളെ അവർക്ക് ബുദ്ധി വരുന്നതിന് മുൻപ് അച്ഛനമ്മമാരാണ് അവർക്ക് നല്ലത് ചെയ്തു കൊടുത്ത് നല്ലത് പറഞ്ഞു കൊടുത്ത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പോൾ കുട്ടികൾ അത് സ്വീകരിക്കുന്നു. എന്നതുപോലെ പ്രകൃതി എന്ന അമ്മ, ഈശ്വരൻ എനിക്ക് തരുന്നതെല്ലാം എൻ്റെ ശ്രേഷ്ഠതയ്ക്കാണ് എന്നൊരുവൻ മനസ്സിലാക്കിയാൽ അവനാണ് യഥാർത്ഥ ഭക്തൻ. ആ ഒരു പാകത ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവിന് വരാൻ വേണ്ടിയാണ് രാജാവ് എന്ന സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തിന് ആനയായി പിന്നീട് ജനിക്കേണ്ടി വന്നത്. പക്ഷെ അദ്ദേഹം ആ ഭഗവത് സ്മരണ ഒന്നുകൊണ്ട് ആ ഒരു ഗജരൂപം കിട്ടിയിട്ടും ധന്യനായി തന്നെ കഴിഞ്ഞു. ശ്ലോകം 3. ദുഗ്ധാംബോധേ മധ്യഭാജിത്രികൂടേ ക്രീഡൻ ശൈലേ യൂതപോയം വശാഭി സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ടശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭ.
ദുഗ്ധാം ബോധേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂതഭഃ അയം വശാഭി സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ട ശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. യൂതഭഃ അയം, ഗജേന്ദ്രനായ അവൻ, അതായത് ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഗജേന്ദ്രനായി ജനിച്ചുവല്ലോ. അങ്ങനെ ഗജേന്ദ്രനായ അവൻ വശാഭി സഹ, പിടിയാനകളോട് കൂടിയിട്ട്, ദുഗ്ധാംബോധേ, പാലാഴിയുടെ മധ്യഭാജി, നടുക്കുള്ള, ത്രികൂടേ ശൈലേ, ത്രികൂടപർവ്വതത്തിൽ, ക്രീഡൻ, ഇങ്ങനെ വിഹരിക്കുന്നവനായിട്ട് അങ്ങനെ കഴിയെ, ശക്തിയ, സ്വന്തം ശരീരശക്തിയിൽ, സർവാൻ ജന്തൂൻ, എല്ലാ ജന്തുക്കളെയും, അത്യവർത്തിഷ്ട, കവച്ചുവെച്ചവനായി ആയിരുന്നു എന്ന്. ത്വദ്ഭക്താനാം, ഭഗവാനെ നിന്തിരുവടിയുടെ ഭക്തന്മാർക്ക്, കുത്ര ന ഉത്കർഷലാഭഃ, എവിടെയാണ് ഉദ്ഗതിക്ക് ഒരു കുറവ് വരുന്നത് എന്ന്. അതായത് അങ്ങനെ ഇന്ദ്രദ്യുമ്നന്റെ ജന്മത്തിൽ നിന്നും അവൻ പിന്നീട് ഗജേന്ദ്രനായിട്ട് ജനിച്ചു. അങ്ങനെ ഗജേന്ദ്രനായി മാറിയ അവൻ പിടിയാനകളോടൊപ്പം പാലാഴിയുടെ നടുക്കുള്ള ത്രികൂട പർവ്വതത്തിൽ ഇങ്ങനെ വിഹരിച്ചു കൊണ്ടിരിക്കെ, സ്വന്തം ശരീരശക്തിയാൽ എല്ലാ ജന്തുക്കളെയും അവൻ കവച്ചു വെച്ചു എന്ന്. അത്രയ്ക്കും ശക്തിമാനാണ്. എല്ലാ സുഖങ്ങളോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് അങ്ങനെ അവൻ കഴിയുന്നത്. അപ്പോൾ ആ കഥ എഴുതുന്നതോടൊപ്പം മേൽപ്പത്തൂര് പറയുകയാണ്, ഭഗവാനെ അങ്ങയുടെ ഭക്തന്മാർക്ക് അല്ലെങ്കിലും എവിടെയാണ് ഒരു ശ്രേഷ്ഠതയ്ക്ക് ഒരു കുറവ് വരുന്നത് എന്ന്. കുറവ് വരില്ല. അങ്ങയുടെ ഭക്തന്മാർ ആ ഒരു മനപാകത വരാൻ വേണ്ടിയിട്ട് ഈ ഒരു പരീക്ഷണത്തിലൂടെ, രാജാവിൽ നിന്നും പിന്നീട് ഒരു ഗജേന്ദ്രനായി ജനിച്ച ആ ഒരു പരീക്ഷണത്തിലൂടെ ഭഗവാൻ കടത്തി വിട്ടുകൊണ്ട് അവനെ മുക്തിയിലേക്കാണ് ഭഗവാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ അങ്ങനെ കടത്തി വിടുമ്പോഴും അവന്റെ മനസ്സ് ചഞ്ചലപ്പെടാതെ, അവനെ എല്ലാ ശ്രേഷ്ഠതയും, പിന്നെ ആ ജന്മം ഏതു തരത്തിലുള്ള ജന്മമാണെങ്കിലും ഭഗവാന്റെ ഭക്തന്മാർ എല്ലാവരുടെ ഇടയിലും ഏറ്റവും ഉന്നതരായിട്ട്, ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായിട്ട്, ഒരു കുറവുമില്ലാതെയാണ് കഴിയുക. അതാണ് ഇവിടെ രാജാവ് ഇന്ദ്രദ്യുമ്ന രാജാവായിരുന്നപ്പോൾ എല്ലാം കൊണ്ടും ധന്യനായിരുന്നു. പിന്നീട് ഗജേന്ദ്രനായി ജനിച്ചപ്പോഴും എല്ലാ മൃഗങ്ങളെക്കാളും ശക്തിമാനും എല്ലാ സുഖങ്ങളും കൂടി അനുഭവിച്ച സന്തോഷത്തോടു കൂടിയാണ് അവൻ ജീവിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ശ്ലോകം 4. സ്വേന സ്തേംനാ ദിവ്യദേശത്വശക്ത്യാ സോയം ഖേദൻ അപ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമതാന്തസ്സരസ്യാം യൂഥൈ സാർദ്ധം ത്വത്പ്രണുനോഭിരേമേ. സ്വേന സ്തേംന ദിവ്യദേശത്വശക്ത്യാ സഹ അയം ഖേദാൻ അപ്രജാനൻ കഥാചിത് ശൈലപ്രാന്തേ ഘർമതാന്തസരസ്യാം യൂഥൈഃ സാർദ്ധം ത്വത് പ്രണുന്നഃ അഭിരേമേ. സഹ അയം, ആന, സ്വേന സ്തേംന, തൻ്റെ സ്വന്തം ശക്തി കൊണ്ടും, ദിവ്യദേശത്വശക്തിയ, ആ ദിവ്യദേശത്തിൻ്റെ മഹിമ കൊണ്ടും, ഖേദാൻ അപ്രജാനൻ, യാതൊരു ദുഃഖവും അറിയാതെ അങ്ങനെ കഴിഞ്ഞു വരവേ, കഥാചിത്, ഒരിക്കൽ, ഘർമത്താന്താഹ, വേനൽക്കാലത്തിൻ്റെ അതിശക്തമായ ചൂടുകൊണ്ട് തളർന്ന്, ശൈലപ്രാന്തേ, പർവ്വതച്ചെരുവിലുള്ള സരസ്യാം, ഒരു താമരപ്പൊയ്കയിൽ, ത്വത്പ്രണുന്നഃ, ഭഗവാനെ അവിടുത്തെ പ്രേരണ മൂലം, അതായത് ഭഗവാൻ ഉള്ളിലിരുന്ന് തോന്നിപ്പിച്ചതുകൊണ്ട്, യൂഥൈഃ സാർദ്ധം, അതായത് മറ്റ് ആനകളോട് കൂടി ഇറങ്ങിച്ചെന്ന്, അഭിരേമേ, ക്രീഡിച്ച് കളിച്ചു രസിച്ചു എന്ന്. അങ്ങനെ ഇന്ദ്രദ്യുമ്നൻ എന്ന രാജാവ് ഗജേന്ദ്രനായി ജനിച്ച്, തൻ്റെ ശക്തി കൊണ്ടും, ആ വസിക്കുന്ന ഇടമാകട്ടെ പാലാഴിയുടെ നടുക്കുള്ള ത്രികൂടപർവ്വതമാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ, ദേശത്തിൻ്റെ മഹിമ കൊണ്ടും യാതൊരു ദുഃഖവും ഇല്ലാതെ സന്തോഷത്തോടെ അങ്ങനെ കഴിഞ്ഞു വരവേ, ഒരിക്കൽ വേനൽക്കാലം വന്നു, അതിശക്തമായ ചൂട് വന്നപ്പോൾ ആനകളെല്ലാം കൂടി ആ പർവ്വതത്തിൻ്റെ ചെരുവിലുള്ള ഒരു താമരപ്പൊയ്കയിൽ
കളിക്കാനായിട്ട്, വെള്ളത്തിൽ നിന്ന് കളിക്കാൻ, അപ്പൊ തണുപ്പ് തട്ടാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനായിട്ട് ഇറങ്ങി അങ്ങനെ കളിച്ചു രസിച്ചു. ആ തോന്നൽ അവരുടെ ഉള്ളിൽ മനസ്സിൽ ഉണ്ടാക്കിയത് പോലും ഭഗവാനാണ്. അതാണ് ഭഗവാന്റെ പ്രേരണ മൂലം എന്ന് പറയുന്നത്. കാരണം അതൊരു വലിയ, ആ ഗജേന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഭവം നടക്കാൻ പോവുകയാണ്. ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം, വഴിത്തിരിവാകുന്ന ഒരു സംഭവമാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയാണ് ആ വെള്ളത്തിലേക്ക്, ആ താമര പൊയ്കയിലേക്ക് ഇറങ്ങാൻ ഗജേന്ദ്രന്റെ ഉള്ളിൽ ഭഗവാൻ തന്നെ തോന്നിപ്പിച്ചത്. അതായത് മനസ്സിന്റെ ചലനമാണെങ്കിലും, അതായത് ചിന്തകളാണെങ്കിലും, ശരീരത്തിന്റെ ചലനമാണെങ്കിലും, ബുദ്ധിയുടെ ചലനമാണെങ്കിലും, ഇതിനെയൊക്കെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് നമ്മുടെ അഹങ്കാരം ഇല്ലാതാവാനുള്ള ഏറ്റവും വലിയൊരു ചിന്ത അല്ലെങ്കിൽ സത്യമെന്ന് മനസ്സിലാക്കാം. ഇവിടെ അദ്ദേഹത്തിന്റെ, ആ ഗജേന്ദ്രന്റെ ഉള്ളിൽ പോലും ഭഗവാനാണ് അത് തോന്നിപ്പിച്ചത്, ആ പൊയ്കയിലേക്ക് ഇറങ്ങാൻ. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. ശ്ലോകം 5. ഹൂഹുസ്താവദ്ദേവലസ്യാഭിശാപാത് ഗ്രാഹീഭൂതസ്തജ്ജലേ വർത്തമാനാ ജഗ്രാഹൈനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദോസി സ്വകാനാം. ഹൂഹു താവത് ദേവലസ്യ അഭിശാപാത് ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാനഃ ജഗ്രാഹ ഏനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശ്രാന്തിദഃ അസി സ്വകാനാം. താവത് അക്കാലത്ത്, ദേവലസ്യ ദേവലമുനിയുടെ ശാപാത് ശാപം മൂലം, ഗ്രാഹീഭൂത മുതലയായി തീർന്ന്, തജ്ജലേ ആ തടാകജലത്തിൽ, വർത്തമാനഃ കഴിഞ്ഞിരുന്ന, ഹൂഹു അഭി ഹൂഹു എന്ന ഗന്ധർവനാകട്ടെ ഈ സമയത്ത്, ഏനം ഹസ്തിനം ആ ഗജേന്ദ്രന്റെ, പാദദേശേ ജഗ്രാഹ കാലിൽ പിടികൂടി എന്ന്. അതിനുശേഷം മേൽപ്പത്തൂര് പറയാണ്, ത്വം അല്ലയോ ഭഗവാനെ, ശാന്ത്യർത്ഥം ഹി, അതായത് പിന്നീട് ഒരുവന് ശാന്തി നൽകുവാനായിട്ടാണല്ലോ, സ്വകാനാം സ്വന്തം ഭക്തന്മാർക്ക്, ശ്രാന്തിദഃ അസി അങ്ങ് ക്ലേശങ്ങളെ നൽകുന്നത് എന്ന് അത് മേൽപ്പത്തൂരാണ് പറയുന്നത്. അപ്പോ ഈ ഗജേന്ദ്രൻ മറ്റു പിടിയാനുകളോടൊപ്പം ആ താമര പൊയ്കയിൽ ഇറങ്ങി അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കെ, ആ പൊയ്കയിൽ ദേവലമുനിയുടെ ശാപം മൂലം ഒരു മുതലയായി തീർന്ന് ആ തടാകത്തിൽ ഹൂഹു എന്നു പേരുള്ള ഒരു ഗന്ധർവൻ ഉണ്ടായിരുന്നു. ദേവലമുനി ഒരിക്കൽ ഗംഗാജലത്തിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കെ അദ്ദേഹത്തിനെ കളിപ്പിക്കാനായിട്ട് ആ വെള്ളത്തിന്റെ അടിയിലേക്ക് ചെന്നിട്ട് ഈ ഹൂഹു എന്ന ഗന്ധർവൻ ദേവലമുനിയുടെ കാലിൽ പിടിച്ചു വലിച്ചു എന്നാണ് പറയുന്നത്. അതിൽ കോപിച്ചിട്ട് ദേവലമുനി മുതലയായി തീരട്ടെ എന്ന് പറഞ്ഞ് ഈ ഹൂഹു എന്ന ഗന്ധർവനെ ശപിച്ചു. ആ ശാപം മൂലം ഈ ഗന്ധർവൻ മുതലയായി ഈ തടാകത്തിലാണ് കഴിയുന്നത്. അപ്പോ ഈ ഹൂഹു എന്ന ഗന്ധർവനും ശാപമോക്ഷം കിട്ടണം, ഇവിടെ ഗജേന്ദ്രനും ശാപമോക്ഷം കിട്ടണം. രണ്ടു പേരുടെയും മുക്തിയാണ്, മോക്ഷമാണ് ഇവിടെ, ഗജേന്ദ്രന്റെ മോക്ഷമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഗജേന്ദ്രന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് നടക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. അപ്പോൾ ആ ഒരു മുക്തി എന്ന അല്ലെങ്കിൽ മോക്ഷം എന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് ഗജേന്ദ്രന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതിനു മുന്നേ അദ്ദേഹം അനുഭവിക്കുന്ന അത്യധികം ക്ലേശകരമായ വേദന നിറഞ്ഞൊരു അനുഭവത്തിലൂടെ ആ ഗജേന്ദ്രൻ കടന്നു പോകുന്നതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ദേവലമുനിയുടെ ശാപം മൂലം ഹൂഹു എന്ന ഗന്ധർവൻ ഈ തടാകത്തിൽ മുതലയായി കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ മുതലയുടെ മനസ്സിൽ തോന്നുകയാണ് ഗജേന്ദ്രന്റെ കാലിൽ കടിച്ചു പിടികൂടണമെന്ന്. ആ തോന്നലെ തോന്നിപ്പിച്ചതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഗജേന്ദ്രന്റെ ഉള്ളിൽ ആ പൊയ്കയിലേക്ക് ഇറങ്ങാൻ തോന്നിപ്പിച്ചതും ഭഗവാൻ, ഈ മുതലയുടെ ഉള്ളിൽ ഗജേന്ദ്രന്റെ കാലിൽ കടിക്കാൻ തോന്നിച്ചതും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഈ മുതല ഗജേന്ദ്രന്റെ കാലിൽ പിടികൂടുകയാണ്. അപ്പൊ ആഴത്തിൽ അങ്ങോട്ട് കടിക്കുമ്പോഴുള്ള ആ വേദന, എത്ര ശ്രമിച്ചിട്ടും വിടാൻ പറ്റാതെ ആ വേദന സഹിച്ചു പിടിച്ചാണ് ഇവിടെ ഗജേന്ദ്രൻ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ, അങ്ങ് ഒരു ഭക്തന് ദുഃഖം കൊടുക്കുന്നത് പിന്നീട് അവന് ഏറ്റവും വലിയ ഒരു
തലത്തിലേക്ക് അവനെ ഉയർത്താൻ, ഏറ്റവും വലിയൊരു മഹത്വത്തിലേക്ക് അവനെ ഉയർത്താൻ വേണ്ടിയിട്ടാണല്ലോ ഭഗവാനെ അങ്ങ് ഒരു ഭക്തന് ദുഃഖത്തെ കൊടുക്കുന്നത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറഞ്ഞു വെക്കുന്നത്.